ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM Journey. നമ്മുടെ സ്വന്തം എൽ ദി ബ്രാൻഡ് മോഹൻലാൽ ലാലേട്ടന്റെ നെക്സ്റ്റ് പടം ഏതായിരിക്കും? കുറേ പേരുകൾ കേട്ടിരുന്നു. അതിൽ ക്യാമിയോ ആയിട്ട് വരുന്ന ഒരുപാട് സിനിമകൾ കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി ഭയം, ഭക്തി, ബഹുമാനം. അതല്ലാതെ ഒരു തമിഴ് സിനിമ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതല്ലാതെ വിജയുടെ സിനിമയിൽ ഒരു വലിയ റൂമർ കേൾക്കുന്നുണ്ട്. അതായത് വിജയ് ഇനി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ആ സിനിമയിൽ ഒരു ചെറിയ റോളിൽ ലാലേട്ടൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു വെച്ചതാണ്. പക്ഷെ രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് വരാത്തത് തുടങ്ങി പല രീതിയിലുള്ള റൂമേഴ്സ്. ഒന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷെ ഒഫീഷ്യലി കൺഫേം ആയി ലാലേട്ടൻ തന്നെ ഇപ്പോ നെക്സ്റ്റ് പടത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റും അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും, ഫസ്റ്റ് ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ടൈറ്റിൽ ഒന്നും പറയാൻ പറ്റില്ല, അനൗൺസ്മെന്റ് പോസ്റ്ററും പുറത്ത് വിട്ടിരിക്കുകയാണ്. ഇതാണ് പോസ്റ്റർ. കാണുമ്പോ തന്നെ ഞാൻ ചാർജ് ആകുന്നുണ്ട്. എന്താണ് പോസ്റ്റർ നോക്കാം നമുക്ക്. അത് കാണുമ്പോൾ തന്നെ അറിയാം, ആഷിഖ് ഉസ്മാൻ പ്രതീക്ഷ അവിടെ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് പോസ്റ്ററിലേക്ക് നോക്കുക. ഒരു കണ്ണാടി, അതിൽ എൽ, ഒരു ബാത്റൂമിലെ കണ്ണാടിയാണ്, എൽ എന്ന് എഴുതിയിട്ടുണ്ട്. L365 365. ആഷിഖ് ഉസ്മാൻ ആണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത്. ഡയറക്ട് ചെയ്യുന്നത് ഓസ്റ്റിൻ ഡാൻ തോമസ്. റിട്ടൺ ബൈ രതീഷ് രവി ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആഷിഖ് ഉസ്മാൻ അണ്ടർ ദ ബാനർ ഓഫ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ്. Grateful to be part of this exciting new chapter. L365 എന്ന് തന്നെ ലാലേട്ടൻ എഴുതിയിരിക്കുന്നത്. ആൻഡ് വിത്ത് ഇമ്മൻസ് ജോയ് ഐ അനൗൺസ് മൈ നെക്സ്റ്റ് ഫിലിം എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടനെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒന്ന്, ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ കണ്ണാടി നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ L365 എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ബാത്റൂം ടവൽ വെച്ചിട്ടുണ്ട്, ഹാൻഡ് വാഷിന്റെ സംഭവം വെച്ചിട്ടുണ്ട്, വേറെ എന്തോ ചെറിയ ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്. എന്ത് ബോട്ടിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഇങ്ക് ബോട്ടിൽ പോലെ എന്തോ ഒരു സാധനം. ആൻഡ് അവിടെ വാഷ് ബേസ് ഉണ്ട്, മറ്റു സംഭവങ്ങൾ, പരിപാടികൾ. ആൻഡ് ഇപ്പുറത്ത് തൂക്കിയിട്ടിരിക്കുന്നത് ഒരു യൂണിഫോം ആണ്, പോലീസ് യൂണിഫോം. ആൻഡ് പോലീസ് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 സ്റ്റാർ ആണ്. അത് SI ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ അവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു ബാത്റൂം കാണുമ്പോൾ തന്നെ ഒരു, സത്യം പറയാലോ, ഒരിക്കലും ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ലൈറ്റിങ്, ആ സെറ്റപ്പ് പരിപാടി കാണുമ്പോൾ തന്നെ എന്തോ ഇതൊരു നല്ലൊരു ഒരു ത്രില്ലർ മൂവി ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ത്രില്ലർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക്, അതാണ് യഥാർത്ഥ വേർഡ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ളിൽ കന്നിങ്ങനെ കളിക്കുന്നുണ്ട്, സാധനം പുറത്തു വരുന്നില്ല. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രമായിട്ട് ലാലേട്ടൻ വരുന്നു. അങ്ങനത്തെ ഒരു ഫീല് ഭയങ്കരമായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്ന് ഗ്രാൻഡ് മാസ്റ്റർ ആണ് തോന്നുന്നത്, ഒരു പോലീസ് ക്യാരക്ടർ വന്നിട്ടുള്ളത്. അതിന് ശേഷം വരാൻ പോകുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കാം മേ ബി ഈ ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു L365. പേരെന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. ഒരു ഐഡിയയും ഇതിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലി ഇല്ല. നിങ്ങളൊക്കെ വല്ല റൂമേഴ്സിലോ എവിടെയെങ്കിലൊക്കെ ഇതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇവിടെ കുറച്ച് കമന്റ്സ് ഉണ്ട്. ആ കമന്റ്സിൽ കൊടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കും പേഴ്സണലി ശരിയായിട്ട് തോന്നണം. ഒന്ന്, ഒരുപാട് നാളുകൾക്ക് ശേഷം പോലീസ് വേഷത്തിൽ ഏട്ടൻ. അതെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. പോലീസ് കഥാപാത്രം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോ തുടരും സിനിമയ്ക്ക് വന്നതിന് ശേഷം ലാലേട്ടനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം കുറെ ആയിട്ട് ലാലേട്ടന്റെ പടങ്ങൾ നല്ല ഹിറ്റുകൾ ഇല്ലാതെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആരാധകരൊക്കെ ഇത് ചെയ്യുന്നത്. പക്ഷെ തുടരും എന്ന് പറഞ്ഞ സിനിമയിലൂടെ വൻ കംബാക്ക് ആണ് പുള്ളി നടത്തിയിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഒരു പടം നല്ല ഹിറ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്യാവശ്യം പോസിറ്റീവ് വന്നാൽ പോലും വേറെ ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു വൻ ത്വരയിലായിരിക്കും എല്ലാ ആരാധകരും നിൽക്കുന്നത്. എന്തായാലും പോലീസ് കഥാപാത്രം കാത്തിരിക്കാണ്ട്. താഴെ റഫാത്ത് കുട്ടി എന്റർടൈൻമെന്റ് കിഴി ആ ത്രില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ എൽ ബാക്ക് ഇൻ കോപ്പ് റോൾ. ഓക്കെ, എൽ ബാക്ക് വിത്ത് പ്രോപ്പർ സ്ക്രിപ്റ്റ് സെലക്ഷൻ. അവിടെ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. കാരണം പ്രോപ്പർ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ലാലേട്ടൻ ഈ പടത്തിനൊക്കെ തല വെക്കുന്നത്? മോൺസ്റ്റർ അടക്കമുള്ള സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ തലവെച്ചു കൊടുക്കുന്നത്? നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ പുള്ളിക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോഴും കഴിയുന്നില്ലേ എന്നൊക്കെ തോന്നി പോകാറുണ്ട്. അതുപോലെ പലരും പറഞ്ഞു ആന്റണി പെരുമ്പോഴാണ് കഥ കേൾക്കുന്നത്, അതിന്റെ പ്രശ്നമുണ്ട്, ലാലേട്ടൻ സ്വയം കഥ കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇതിലെ സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷേ തുടരും എന്ന് പറഞ്ഞ സിനിമയിലെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒന്നും പറയാനില്ല. അതുപോലെ നല്ല രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്താൽ ലാലേട്ടൻ എന്ന് പറയുന്ന ബോൺ ആക്ടർക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലാലേട്ടൻ ഒരു കുട്ടിയാണെന്ന് എല്ലാവരും പറയുന്ന പോലെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ പുള്ളി അങ്ങനെ തന്നെ. പുള്ളിനെ പെട്ടെന്ന്, ഇപ്പൊ പുള്ളിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ ആളുകൾക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാതെ പുള്ളി തന്നെ നല്ല വിശ്വസ്തരായിട്ടുള്ള കുറെ ആളുകൾ, അല്ലെങ്കിൽ കുറെ ഹിറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആളുകളെ തേടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ലാലേട്ടനെ പെട്ടെന്ന് അവർക്ക് കമത്തി വെക്കാൻ പറ്റുമെന്നുള്ളതാണ്.
കേട്ടോ ഇതിങ്ങനെ സെറ്റ് ആവുന്ന പറഞ്ഞാൽ കുട്ടീൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളു. അങ്ങനെയാണോ, അങ്ങനെ ഓക്കെ എന്നാ ചെയ്യാൻ പോന്നെ എന്നുള്ളൊരു സംഭവം. ഈ എന്നാ ചെയ്യാൻ പോന്നി എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വന്ന് നമ്മളെ ലാറ്ററിനെ ഉണ്ടാക്കിയിട്ട് പോവാണ്, ഒമ്പിച്ചിട്ട് പോവാണ് സത്യം പറഞ്ഞാൽ. അതിൽ വീണ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആന്റണി പെരുമ്പാവൂർ, അത് വലിയ വിഷയമായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ നല്ല പുതിയ ആളുകൾക്ക്, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്, പുതിയ ഡയറക്ടേഴ്സിന് നമ്മൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ലാലേട്ടനെ ഉപയോഗിക്കണം, ഇതുവരെ ലാലേട്ടനെ ഉപയോഗിക്കാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതുവരെ കൊണ്ടുവന്ന ക്ലീശേ സാധനങ്ങളെങ്കിലും അത് പുതിയ രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കണം, പുതിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എങ്ങനെ ലാലേട്ടനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഇതിൽ വ്യക്തമായ ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും. ആ രീതിയിൽ അവർ ലാലേട്ടനെ ഉപയോഗിക്കുകയും ചെയ്യും. സോ ആകെ നമ്മൾ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ, ലാലേട്ടൻ നിന്നു കൊടുക്കുക, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക, ദാറ്റ്സ് ഓൾ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നടനാണ്. എന്തായാലും നല്ല രീതിയിൽ വരും നോക്കാം. അടുത്ത തൂക്കിയടി ലോഡി മേ ബി എനിക്കും അത് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ പോലീസ് രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്ദു സോമൻ പുള്ളിയാണത് കമന്റിട്ടുള്ള PO നോർമലായിട്ട് L എന്നുള്ളതൊരു നീല ഇതിൽ തന്നെ L കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈസ് പോലീസിലെ L ലാലേട്ടൻ, അത് പൊളിച്ചു. അങ്ങനത്തെ ഒരു സംഭവം. നെക്സ്റ്റ് തൂക്ക് ലോഡിങ്, അതുപോലെ താഴെ പോലീസ് കുറേ റോളുണ്ട്. മോനെ നെക്സ്റ്റ് ലെവൽ പടം അതുകൊണ്ട് കുറച്ച് തീയ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അവിടെ ഉള്ളത് പുതിയ പിള്ളേർക്ക് ഡേറ്റ് കൊടുത്തും പുതിയ വേഷങ്ങൾ തിരഞ്ഞെടുത്തും ലാലേട്ടൻ തുടരും. പുതിയ പിള്ളേർക്ക് ഡേറ്റ് കൊടുത്തും പുതിയ വേഷങ്ങൾ തിരഞ്ഞെടുത്തും നിങ്ങൾ നിന്നാൽ തന്നെ അതിൽ പുതിയ വേഷങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതൊന്നും ഒരു കാര്യമില്ല. പുതിയ ആളുകൾക്ക് നല്ലൊരു അവസരം കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾ കഥ കേട്ട് തരക്കേള്ള തോന്നിക്കഴിഞ്ഞാൽ പുതിയ ആളുകൾക്ക് കൊടുക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ ഒരുപാട് ആളുകൾ, സ്ഥിരം ആളുകൾ ഉപയോഗിക്കുന്ന എത്രയോ ഫാർ ബെറ്റർ ആയിട്ട് അവർ നിങ്ങളെ ഞങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തോളും. സോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇങ്ങനെ കുറേ കമന്റുകൾ ഇതിലുണ്ട്, കുറെ എക്സൈറ്റ്മെന്റിന്റെയും കുറെ തീയും പുകയൊക്കെ കമന്റിൽ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമ വളരെ മികച്ച സിനിമയായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ്. ആഷിഖ് ഉസ്മാൻ പടം വരുന്നുണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് എന്തായിരിക്കും, പോലീസ് ആണെന്നുള്ളതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ബട്ട് ഇത് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് ആണ്, മൂവി അനൗൺസ്മെന്റ് ആണ്. ആ അനൗൺസ്മെന്റ് പോസ്റ്റർ പോലും ഇത്ര ഗംഭീരമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ പോലീസ് സ്പെഷ്യൽ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് താടിയൊക്കെ പഠിക്കേണ്ടി വരുമല്ലോ. ഇനി അതല്ല, ഇതിലും നിങ്ങൾ എന്താ പറയാ, ചില എക്സ്ക്യൂസുകൾ ഉള്ള ചില പോലീസുകാരുണ്ടല്ലോ, അത്തരത്തിലുള്ള അല്ലാതെ താടിയൊക്കെ പഠിച്ചങ്ങോട്ട് സുന്ദര കുട്ടപ്പനായി പ്രസന്റ് ചെയ്യൂ, ഞങ്ങൾ ഇട്ടെടുത്തോളാം, ലുക്കൊന്നും കാര്യമില്ല, പ്രസന്റ് ചെയ്യൂ, നല്ല രീതിയിൽ അദ്ദേഹത്തിന് മുന്നിട്ട് കൊണ്ടുവരൂ, ദാറ്റ്സ് ഓൾ. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. സോ ഈ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ ത്രെഡ് എന്താണെന്ന്, മീൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ഉള്ള എന്തെങ്കിലും വാർത്തകളുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. വായിക്കാനും അറിയാനൊക്കെ ഭയങ്കര രസമാണല്ലോ. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ